രാജുവിന്റെയും ഉഷയുടെയും കഥ കേൾക്കുമ്പോൾ പലരും അമ്പരന്നേക്കാം ഈ ഉഷയ്ക്ക് ഇതെന്താണ് പറ്റിയതെന്ന്. പക്ഷെ മനസ്സിന്റെ വിചിത്ര മാർഗങ്ങൾ ആർക്കറിയാം? ഉത്തരങ്ങളുമായി ഉണ്ണി എത്തുകയാണ്. രാജുവിനെയും ഉഷേരിയും ജീവിതത്തിൽ ഒരു ഭയങ്കര പ്രശ്നങ്ങളാണോ എന്താണെന്നറിയില്ല ഉണ്ടാക്കിയ ഒരാളാണ് ഉണ്ണി. നമുക്ക് ഉണ്ണിയെ വിളിക്കാം. ഉണ്ണി വരൂ. ഉണ്ണിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, 2 ചേച്ചിമാരുണ്ട്. വൈഫില്ല അപ്പം എൻ്റെ ഇവിടെ. വൈഫ് എവിടെ പോയി? വൈഫിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ. അവിടെ വെച്ച് എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ത് സംഭവം? പാചകത്തിന് പോകുമായിരുന്നു ഞാൻ. അന്നേരം പാചകത്തിന് പോയ സമയത്ത് എനിക്കൊരു അടി ഉണ്ടായിരുന്നു. എന്തിനടി ഉണ്ടായി? ഈ ഇളമ്പുകാരും പാചകക്കാരായിട്ട് അടി ഉണ്ടായിരുന്നു. ഇളമ്പുകാർ അടിച്ചു വൈകി എൻ്റെ കാലിൽ അടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അന്നൊന്നും എൻ്റെ പെണ്ണുമ്പിള്ള എൻ്റെ കൂടെ വരികയോ എന്നെ അടിക്കുകയോ സംസാരിക്കുകയോ എന്നെ ആശ്രയി കൊണ്ടുപോകുകയൊന്നും ചെയ്തിട്ടില്ല. എന്താ കാരണം? എന്താ കാരണം? ഉഷയും ഞാനായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഇതിൽ പറ്റിയായിരുന്നു. അതിന് മുമ്പ്, അതിന് ശേഷമല്ലേ ഏത് ഭാര്യ വരും? അല്ല, അതിന് മുമ്പ് തന്നെ ഭാര്യ പോയോ? ഉഷയുമായിട്ടുള്ള ബന്ധത്തിന് ശേഷമാണ് പോയതല്ലേ? അത് ശരി. എത്ര മക്കളുണ്ട്? 2 പേര്. എത്ര വയസ്സുണ്ട്? മോക്ക് 18 വയസ്സ് കഴിഞ്ഞു. ഇയാളറിയാമോ? അറിയാം. എത്ര കാലം അറിയാം? ഉഷയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ അതിന് മുൻപ് അറിയാമോ? ഇല്ല, എനിക്കിപ്പോൾ ഒരു 16 വർഷം കൊണ്ടേ അറിയാം. 14 ഫ്രണ്ട്സാണ് നിങ്ങൾ 2 പേരും? ആയിരുന്നു. അടുത്തടുത്ത് വീട്ടുകാരാണോ? ആയിരുന്നു. നല്ല ഫ്രണ്ട്സായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഉഷയുമായിട്ടുള്ള ബന്ധം വന്നത്. എങ്ങനെയാ ബന്ധം തുടങ്ങിയത്? തുടങ്ങിയത് ഞങ്ങൾ നല്ല സഹകരണം പോലെയായിരുന്നു. ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം എൻ്റെ പെണ്ണിൻ്റെ ആൾക്കാരും പെണ്ണൂടെ എന്നെയും ഉഷയും പറ്റി ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നും ഇല്ലായിരുന്നു? അന്നേരം ഒന്നുമില്ലായിരുന്നു. ഒരു 2 വർഷം വരെ അങ്ങനെ പോയി ഞങ്ങൾ. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞ ഇട ഇന്നല്ലാതെ കുറ്റ കേൾക്കുന്നു. അങ്ങനെ തോന്നാൻ കാരണം ചുമ്മാ ആ വീടും ചുറ്റും എത്രയോ പേരുണ്ടാവും, നിങ്ങളുടെ അടുത്ത് മാത്രം അങ്ങനെ പറയാൻ കാരണം? ഇല്ല, ഞാൻ എല്ലായിടത്തും ഞാൻ നല്ല രീതിയാണ് സഹകരിക്കുന്നത്. ചിരിക്കുകയും പറയുകയും നുള്ളുകയും എല്ലാം നമ്മൾ ചെയ്യും. എൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ ഇടനാട് ജംഗ്ഷനിലും അങ്ങനെയാണ് ഞാൻ. അങ്ങനെ ഒരു സംശയം പറഞ്ഞത് എന്റെ വൈഫാണ്. പിന്നെ ഇങ്ങനെ അങ്ങനെ സംശയം വരാൻ കാരണം? സംശയം വരാൻ അടുത്ത വീട്ടിലെല്ലാം പെണ്ണുങ്ങളാൽ ആരുമില്ലേ? ഉണ്ട്, അവരെല്ലായിടത്തും സംശയം വരാത്തത്? സംസാരം ഇത്തിരി ഓവറായിട്ട് കൂടുതൽ സംസാരിക്കുമായിരുന്നു നിങ്ങളുടെ കൂടെ പോകും. അപ്പൊ ഭാര്യ അത് മനസ്സിലാക്കി? മനസ്സിലായി. അന്നേരം അവരുടെ അനിയത്തി ഭാര്യ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. ആരുടെ അനിയത്തി? എന്റെ പെണ്ണിന്റെ അനിയത്തി. അവരാണ് പറഞ്ഞത് ഈ ചേട്ടൻ ശരിയല്ല, ചേട്ടൻ ഇന്നണക്ക് വിഷയമായിട്ട് ഞാൻ ഇത്രയും കിടന്ന് സംസാരിക്കുന്ന എന്തുവാണ്? നിങ്ങൾ എന്താ അങ്ങനെ എത്രയും നേരം സംസാരിക്കാൻ കാരണം? ഇനി ഒരാളുടെ ഭാര്യയല്ലേ? ആണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണോ ഒന്നല്ലല്ലോ. അല്ല, എന്താ അടുത്ത വീട്ടിൽ വേറൊരു പെണ്ണുമായിട്ട് സംസാരിക്കാമായിരുന്നു? എന്തുകൊണ്ട് ഉഷയോട് മാത്രം? എല്ലാ വീട്ടിലും ഞാൻ ഇതുപോലെ സംസാരിക്കാൻ. അപ്പൊ അവരുടെ ഭർത്താക്കന്മാർക്ക് ആർക്കും സംശയം ഉണ്ടായിട്ടില്ല. പിന്നെ എന്ത് ഇവരോട് സംസാരിക്കുമ്പോ മാത്രം സംശയം വരാൻ കാരണം? എന്തോ എനിക്കറിയത്തില്ല അതേപ്പറ്റി. ഭാര്യയ്ക്കും ഭാര്യയുടെ അനിയത്തിക്കും സംശയമായി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, ഉഷയുടെ നമ്മളെ ആവശ്യമില്ലാതെ നമ്മളെ പ്രശ്നം ഉണ്ടാക്കുവാണ്, നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മൾ തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് നാട്ടുകാരെല്ലാം നമ്മളെ പതിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു. രാജുവും അപ്പൊ സംശയം ഉണ്ടായിരുന്നു? ആ സമയത്ത് രാജുവിന് സംശയം ഉണ്ടായിരുന്നോ? ഇല്ല. പറയൂ. അങ്ങനെ തെറ്റുണ്ടായി. ആ തെറ്റാണ് ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റേവരൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റ് ചെയ്തു? അപ്പൊ തെറ്റ് ചെയ്തു. അപ്പൊ രാജുവിന് ഇതൊന്നും അറിയില്ല? ഇല്ല. എന്തുകൊണ്ട് രാജുവിന് സംശയം തോന്നിയില്ല? എനിക്ക് സംശയം എന്നറിയാം. എൻ്റെ കൂടെ സഹകരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സ്വയം കണ്ണി കാണാതെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങത്തില്ല. ഭാര്യ അത്രയും വിശ്വാസമായിരുന്നു? ഭാര്യ ഇവനെ എനിക്ക് വിശ്വാസമായിരുന്നു. ഫ്രണ്ടിനെ ചതിക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? തോന്നിയിരുന്നു അല്ലേ? ഇയാളെങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ അയാളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു ഇയാളെ അറിയാതെ? അപ്പൊ ഒരു ദിവസം പിടിച്ചടിച്ചില്ലേ? നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായില്ലേ? അപ്പൊ ഇയാളുടെ കാല് കടിച്ചോ? കടിച്ചു. അപ്പൊ ഇവരും ചേർന്ന് ഇയാൾ ഉപദ്രവിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു? അടുക്കള വന്ന് നിൽക്കുകയായിരുന്നു. അടുക്കള വന്നു റൂമിൽ നിൽക്കുകയായിരുന്നു. ആദ്യം റൂമിലായിരുന്നു. എന്നെ തെള്ളി അടുക്കളയിൽ കൊണ്ടുവന്ന സമയത്ത് ഞാൻ വീണു. എന്നെ തെള്ളിയിട്ടപ്പോ എന്റെ കാല് വയ്യാത്ത കാലാണ്ട് കാലിന് മേടി വന്ന് രാജു വീണു. അങ്ങനെ അയ്യോന്ന് വെച്ചപ്പോഴത്തേന് ഉഷ പിടിച്ച് മാറ്റിയിട്ട് ഉടനെ ഞാൻ അന്നേരത്തിന് എണീച്ച് കാര്യം വീട്ടിൽ പോയി.
അത്രേ ഉണ്ടായിരുന്നല്ലോ. തലയിലൊക്കെ തള്ളിയപ്പോ തലയിൽ എന്തൊക്കെ അടി കൊണ്ടു. അത് ഇത് കഴിഞ്ഞ ശേഷം പുള്ളി ഓടിലെല്ലാം പോയി അങ്ങ് പറഞ്ഞു ഈ കാര്യം. എല്ലാ സുഹൃത്തെടുത്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ പറയാതിരിക്കും, ആലോചിച്ചു നോക്ക്. പറയും. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഒരു ഭയങ്കര മടലുണ്ടായിരുന്നു അവിടെ, മടലാ തടിയാണ് ഉണ്ടായിരുന്നത്, എടുത്തിട്ട് അടിയായിരുന്നു, അടിച്ചു. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് നിന്നപ്പോ ആണ് ഇപ്പോഴും ഇവർക്കുള്ള അനിയത്തിയുടെ മക്കൾ വന്ന് കഥവിനെ ചവിട്ടി പൊളക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ഭാര്യയോട് ഇല്ലാത്ത ഒരു പ്രത്യേകത ഇവരോട് എന്താ തോന്നാൻ കാരണം? തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എന്തൊരു ദുഃഖമായാലും സങ്കടമായാലും തമാശയായാലും എല്ലാം പറയാനൊരു ഒരാൾ ആയിരുന്നു. അങ്ങനെ ഞാൻ കണ്ടു. അത് ഭാര്യ ഇതൊന്നും ഇതൊന്നും വലിയ താല്പര്യമില്ല. ശരി, അങ്ങനെ ആയി. അപ്പൊ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞില്ല? ഇയാളുമായിട്ട് പിരിയാതിരുന്നത്? പിന്നെ 10 കൊല്ലം ഇയാളെ വഞ്ചിച്ചോണ്ട് നടക്കാൻ എന്താ? ഞാൻ പിന്നെ വഞ്ചിച്ചില്ല. ഞാൻ അവിടെ നിന്ന് നേരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞില്ലേ സാർ, ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ 5.5 വർഷം എന്റെ വീട്ടിൽ ഇടനാട് വന്ന് നിൽക്കാൻ തുടങ്ങി. അല്ല, ഇവര് പറഞ്ഞില്ല 10 കൊല്ലമായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഇവര് വീട് വിട്ട് പോയിട്ട് 1 മാസം ആയുള്ളൂ എന്ന് ഉഷ പറഞ്ഞല്ലേ. ഉഷ വന്നിട്ട് 25 ദിവസമേ ഉള്ളൂ എന്റെ വീട്ടിൽ. അതെ, എന്നാൽ ഈ ബന്ധം തുടങ്ങി 10 കൊല്ലായില്ല. അപ്പൊ ആ 10 കൊല്ലം അപ്പൊ തന്നെ നിങ്ങൾ പിരിയാമായിരുന്നില്ലേ? ഇയാളുടെ ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു പിന്നെ വിളിച്ചോണ്ട് പോകാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ 10 കൊല്ലം ചതിച്ചോണ്ടിരുന്നു? അതിനെന്താ ഉത്തരം പറയോ? ഇല്ല, എന്റെ മോള് പ്രായമല്ല, കുഞ്ഞിന്റെ കാര്യം കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അന്നേരം ഇയാൾ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ അവരുടെ കുഞ്ഞിന്റെ കാര്യം നിങ്ങൾ ഓർത്തില്ലേ? നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിങ്ങളെ കാത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ സ്വാർത്ഥതനാണ്. അല്ല സാറേ, എന്നെ എന്റെ ഭാര്യയും മക്കളും കാണാൻ വന്നില്ലേലും എനിക്ക് അവരെ കളയാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് എന്റെ മോളെ കാര്യം ഇപ്പോൾ ഒട്ടും വരുന്നില്ല. എന്റെ തന്തേനും അച്ഛനും അമ്മച്ചിക്കും തീരെ വയ്യ. മകളുടെ വിവാഹം കഴിഞ്ഞോ? ഇല്ല സാറേ. അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടായിരുന്നു. ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കും? ഇല്ല, മക്കൾ വരും, പൈസ മേടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. ഈ ഉഷയുടെ കൂടെ എത്ര കാലം കഴിയും ഇനി നിങ്ങള്? എന്റെ മരിക്കും കാലം വരെ ജീവിക്കും. ഉഷ മരിക്കും കാലം ഇല്ല, പോവില്ല.